ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഗോതമ്പൊട്ടും പഴവും കട്ടൻ ചായയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ 2 അയില വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല പച്ച അയിലയായിരുന്നു. അപ്പോൾ ഞാൻ അത് വേഗം വെട്ടി കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് ഒരു കുഞ്ഞ് തേങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കാം കേട്ടോ. തേങ്ങയ്ക്ക് വില കൂടിയതിന് ശേഷം ഞാൻ തേങ്ങ അങ്ങനെ വാങ്ങാറില്ല. തേങ്ങ അരച്ച് കറി ഉണ്ടാക്കാറുമില്ല. മുളക് ചാറാണ് വെക്കാറ്. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കാം. പിന്നെ നമ്മുടെ മിക്സി ആണെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുവാണെങ്കിൽ തേങ്ങ അരക്കണമെന്നുണ്ടെങ്കിൽ അമ്മിക്കല്ലയിലിട്ട് തന്നെ അരക്കണം കേട്ടോ. അത് മുളക് ചാറ് വെക്കാനൊരു കാരണമാണ്. ഇന്ന് എന്താണെങ്കിലും തേങ്ങ അരച്ച് കറി വെക്കാം. അതിൽ വെട്ടിക്കഴിഞ്ഞു. ഇനി ഉപ്പിട്ട് നല്ലപോലെ തേച്ചെടുക്കണം. നല്ല പച്ച ഇലയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 3 പീസാക്കി എടുക്കുവാണ്. അങ്ങനെ ഇത് അയിലെല്ലാം വെട്ടി തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചട്ടിയിൽ അത് കൈയോടെ കഴുകി വെക്കുകയാണ്. ഇത് മീൻ വെട്ടാൻ മാത്രം എടുക്കുന്ന ചട്ടിയാണ് കേട്ടോ. അതിൻ്റെ മൂട് പോയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കത്രികയും കത്തിയും ഒക്കെ ഒന്ന് നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ തേങ്ങ അരക്കാൻ പോകാൻ കേട്ടോ. തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 അല്ലി ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരച്ച് കഴിഞ്ഞിട്ട് ആ പച്ചമുളകും ചുവന്നുള്ളിയും ഒന്ന് ചതച്ചും കൂടി എടുത്തിട്ടുണ്ട്. അരപ്പ് നേരെ അയിലയിലേക്ക് ഒഴിക്കുവാണ്. അപ്പോൾ ഒരു അയിലയിൽ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. ആ മുട്ട ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അരപ്പ് ഒഴിച്ചു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു 2 കഷ്ണം കൊടമ്പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കൂട്ടിയെടുത്തു. പിന്നെന്താ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കറി നേരെ സ്റ്റൗവിലേക്ക് വെക്കുവാണേ. അപ്പോൾ അത് അവിടെ കിടന്നാവട്ടെ. അപ്പോൾ നമുക്കൊരു കപ്പങ്ങമരം ഉണ്ടായിരുന്നു കേട്ടോ. അത് കാറ്റ് വന്നപ്പോഴേക്കും ചാഞ്ഞ് കിടക്കുവാണെങ്കിൽ അത് കുത്തി വെക്കാനായിട്ട് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കപ്പങ്ങ ഉണ്ടായിട്ടുണ്ട്. അതിൽ മൂത്തത് ഞാൻ മുറ്റടിക്കാൻ പോയപ്പോൾ പറിച്ചവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് തൊണ്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കറി വെന്തിട്ടുണ്ടായിരുന്നു. അത് ഓഫ് ചെയ്തിട്ട് ഞാൻ കപ്പങ്ങ അരിഞ്ഞെടുക്കുവാണ്. കപ്പങ്ങ എങ്ങനെ വെച്ചാലും ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അധികം ഒരുപാട് ചെറുതാക്കുന്നില്ല. ഒരുവിധം കനത്തിൽ തന്നെ അരിഞ്ഞിട്ട് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അത് അപ്പോഴേക്കും നമ്മുടെ കുക്കർ വിളിച്ച് പറയുന്നുണ്ട് കപ്പങ്ങ വെന്തിട്ടുണ്ടെന്ന്. പിന്നെ അത് ഓഫ് ചെയ്തിട്ടു. പിന്നെ അതൊന്ന് താളിച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും ചേർക്കുന്നില്ല. കൊച്ചുള്ളി ഒന്നും ചേർക്കുന്നില്ല. വെറുതെ കടുക് താളിച്ചിട്ട് കപ്പങ്ങ വെന്തത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തിട്ടോ. അപ്പോൾ കപ്പങ്ങ മെഴുക്കുവരട്ടിയും റെഡി ആയിട്ടുണ്ട്. എനിക്ക് പിന്നെ കപ്പങ്ങ മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. എന്നാലും അയിലയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചാറ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അയിലക്കറിയും കപ്പങ്ങ മെഴുക്കുവരട്ടിയും എല്ലാം കൂടി കഴിക്കുവാണ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.